ആദ്യഘട്ടത്തിൽ സമരക്കാർ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല. നിങ്ങൾ എല്ലാവരും രാവിലെ മുതൽ ഇവിടെ ഉള്ളതാണ്. ഇനി ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ സമരം ഹോസ്പിറ്റലിലായാലും ജയിലിലായാലും നിരാഹാരം തുടരും. മുതലപ്പുഴയിലെ പ്രതിഷേധമാണ്. ഇതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നിരുന്നു. വനിതാ പ്രവർത്തകയ്ക്കടക്കമായിരുന്നു പരിക്കേറ്റിരുന്നത്. ആദിൽ പാലോട് ചേരുന്നുണ്ട്. അതിൽ ഈ പരിക്കേറ്റ പ്രതിഷേധക്കാരെ ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതിഷേധം എവിടെയായിരുന്നാലും പ്രതിഷേധം തുടരുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നിരാഹാരം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പോലീസ് വാനിൽ കയറ്റിയിരുന്നെങ്കിലും നിങ്ങൾ തിരിച്ചിറങ്ങിയോ? അവർ തിരിച്ചിറക്കിയതാണ്. അവർ വണ്ടി എടുത്തോണ്ട് പോയി ഞങ്ങളെ ഇറക്കി വിട്ടതാണ്. സമരപന്തലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരാനുള്ള അധികാരമില്ല. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള നേതാക്കൾ വന്ന് സമരം നടത്തിയത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അവരുടെ വീട്ടുകാര്യത്തിന് വേണ്ടിയിട്ടല്ല വന്നത്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ സമരം കൂടിയത്. അവിടെ നിന്ന് ഈ സ്ത്രീയെ, ഈ വനിതയെ നിഷ്ഠൂരം വലിച്ച് തറയിലിടുകയാണ് ചെയ്തത്. നിഷ്ഠൂരം വലിച്ച് തറയിലിട്ട് അവരുടെ തല ഈ ഭാഗം ചതഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോലീസ് ജീപ്പിലോട്ട് കയറ്റിയപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന സമര നേതാക്കളെ പിടിച്ച് പോലീസ് കൊണ്ട് ബലമായി പ്രയോഗിച്ചുകൊണ്ട് പോയപ്പോൾ അവർ ഒരു വിധത്തിൽ പോലീസ് പോകാൻ അവർ മരിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നിരാഹാരം നടത്തിയിരുന്ന നേതാക്കളെ ആംബുലൻസിൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും എന്താണ് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇല്ല, കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവരിപ്പോ ബലാത്കാരമായിട്ടല്ലേ പിടിച്ചിട്ട് പോയത്. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഇതിലൊരു തീരുമാനം അറിയണം. ഏതായാലും സമരം തുടരുകയാണ് മുതലപ്പൊഴിയിൽ എന്നുള്ളതാണ്. പരിക്കേറ്റ പ്രവർത്തകയെ പോലീസ് വാനിൽ കയറ്റിയിരുന്നെങ്കിലും പിന്നീട് ഇവർ സ്വമേധയാ ഇറങ്ങി സമരപ്പന്തലിൽ കിടക്കുകയാണ്. കാരണം ഇവിടെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന നിരാഹാരം നടത്തിക്കൊണ്ടിരുന്ന നേതാക്കളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെന്ന നിലയിൽ ആംബുലൻസിൽ കയറ്റി മാറ്റി എന്നാരോപിച്ചാണ് ഇവർ വീണ്ടും നിരാഹാര സമരപന്തലിലേക്ക് കയറി കിടക്കുന്നത്. പരിക്കേറ്റവരടക്കമുള്ള വനിതാ പ്രവർത്തകർ ഇവിടെ വന്ന് കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇവരെ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് മുതലപ്പൊഴിയിൽ മണിക്കൂറുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇവിടെ മുതലപ്പൊഴിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുകയും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് സമരങ്ങൾ ഉണ്ടായത്. മന്ത്രിയുടെ ചർച്ചയിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായില്ല എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. ഇതുന്നയിച്ചുകൊണ്ട് മന്ത്രി ചർച്ച കഴിഞ്ഞിറങ്ങുന്ന സമയത്തു തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. ഇറങ്ങിയപ്പോൾ വാഹനത്തിന് നേരെ പ്രവർത്തകർ ചീറിയെടുത്തു. അതിന് പിന്നാലെ റോഡിൽ കുത്തിയിരുന്നും കിടന്നുമൊക്കെ പ്രതിഷേധിച്ചു. ഒടുവിൽ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റ വനിതാ പ്രവർത്തകയെ അഴൂർ പഞ്ചായത്ത് മെമ്പർ കൂടിയായ കോൺഗ്രസ് പ്രവർത്തകയാണ്, ഓമന എന്നാണ് അവരുടെ പേര്. ആ നിലയിൽ അവരെ റോഡിൽ കിടത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് ഈ തീരദേശ റോഡിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെ ഇവരെ പോലീസ് വാനിലേക്ക് കയറ്റുകയും ഇവിടെ പ്രധാനമായും കോൺഗ്രസിൻ്റെ സമരപ്പന്തലായിരുന്ന നിരാഹാരം നടന്നിരുന്ന ഭാഗത്തെ ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെ, DCCയുടെയൊക്കെ നേതാക്കളാണ് നിരാഹാര സമരം കിടന്നിരുന്നത് ഈ പ്രദേശത്ത്. അവരെയും പോലീസ് ആംബുലൻസിൽ നീക്കുകയും എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ ഇവിടെ നിന്നും നീക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ സമരം നടത്തിയ ഭാഗമാണിത്. സമരം നടന്നിരുന്നതാണ്. ഇവിടെ നിന്ന് എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പ്രവർത്തകരും പ്രതിഷേധം അവസാനിച്ച് പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളുമാണ് ഇവിടെ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് മുതലപ്പൊഴിയിൽ ഈ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഉണ്ടായത്. ശ്രുതി, മുതലപ്പൊഴിയിലെ പ്രതിഷേധമായിരുന്നു നേരത്തെ കണ്ടിരുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന്